സർ, ഈ ശബരിമലയിൽ കോടതി പല കാര്യങ്ങളും കോടതി പറയുമ്പോഴാണ് ഈ SITക്ക് ഒരു ഊർജ്ജം ഉണ്ടാവുന്നത്, SIT പിടിക്കുന്നത്, പലരെയും അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കോടതി ശങ്കർദാസിന്റെ കാര്യങ്ങൾ നമ്മൾ പല തവണ ചോദിച്ചതാണ്. എന്തിനാ ഈ ശങ്കർദാസിനെ മാത്രം ഇങ്ങനെ വെറുതെ വിട്ടിരിക്കുന്നത്? ഈ പപ്പന്റെ വലതുവശത്തിരുന്ന വിജയകുമാറും പപ്പനും നടുക്കിരുന്ന പപ്പനും അറസ്റ്റിലായി. ഇപ്പുറത്ത് നിന്ന് ശങ്കർദാസ് IPS ഉദ്യോഗസ്ഥന്റെ അച്ഛനായതുകൊണ്ട് ശങ്കർദാസിനെ തൊടില്ല. വേറെ ഏതെങ്കിലും സാധാരണക്കാരായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് പിന്നെ പിടിച്ച് ഒന്നും വേണ്ട, അപ്പൊ തന്നെ പേര് വന്നാൽ മതി, അപ്പൊ തന്നെ പിടിച്ച് അകത്തോണ്ട് വീട്ടനെ. ശങ്കർദാസിന്റെ മുഖ്യ കണ്ണി ശങ്കർദാസ് ആണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നു. കോടതി പറയുന്നു. കോടതി പറഞ്ഞാലൊന്നും ഞങ്ങൾ IPS ആരുടെ അച്ഛനെ തൊടില്ല, കോടതി എന്നല്ല ഏത് ദൈവം തമ്പുരാൻ പറഞ്ഞാലും ഞങ്ങൾ തൊടില്ല എന്നാണ് SIT എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ SIT അന്വേഷണത്തിൽ നിന്ന് മാറ്റേണ്ട സമയം അതിക്രമിച്ചില്ലേ? അല്ല, SITയുടെ അന്വേഷണത്തിനകത്ത് നമുക്ക് തൃപ്തി വരാത്ത പല കാര്യങ്ങളും ഉണ്ട്, അല്ലെ സംശയം ഉളവാക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. കാരണം ഇതിനകത്ത് കോടതിയുടെ നിരീക്ഷണത്തിലായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്രയെങ്കിലും നീങ്ങുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന പപ്പനെ പോലും വാസുവിനെ പോലും അറസ്റ്റ് ചെയ്തില്ല, ഈ പോറ്റിയെ മാത്രം അറസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആരുണ്ട് ഇവിടെ ചോദിക്കാൻ, ഞങ്ങളെല്ലാം തീരുമാനിക്കും എന്നുള്ള രീതിയിലേക്കാണല്ലോ കാര്യങ്ങൾ. കാരണം കോടതി ഇതിനകത്ത് ഈ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഇതിനകത്തെ ഇതിന്റെ നിഗൂഢതയും അല്ലെങ്കിൽ ഇതിന്റെ വലുപ്പവും കണ്ടെത്തിക്കൊണ്ടാണ് ഇതിനകത്ത് കോടതി ആദ്യം തന്നെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയത്. കോടതിക്ക് അറിയാവുന്ന ലിസ്റ്റ് അത്രയല്ലേ ഒക്കൂ, അറിയാവുന്നവരെ അവർ തയ്യാറാക്കി. ഇതിനകത്ത് ഏറ്റവും അവസാനം തന്ത്രിയും മേൽശാന്തിയും വരെ ഉണ്ടായിരുന്നു. അപ്പൊ അറസ്റ്റിലായതിന്റെ കൂട്ടത്തിൽ ഇവരല്ലാതെ വെളിയുന്ന ഒരാളില്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇവരല്ല ഈ ഉദ്യോഗസ്ഥന്മാരും ഈ ദേവസ്വം ബോർഡ് ഈ കോടതി ചൂണ്ടിക്കാണിച്ചവരേ ഉള്ളൂ. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നോക്കി, തന്ത്രി പാവമാണ്, അല്ലെങ്കിൽ എന്തോ സാത്വികനാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണനാണ് എന്നൊക്കെ പറഞ്ഞിട്ടു തന്നു. പക്ഷെ തന്ത്രി തന്നെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പുള്ളിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും ഇതുപോലെ പല കാര്യത്തിനകത്ത് ആ പറച്ചിൽ കൊണ്ട് തന്നെ അറസ്റ്റിലാവാം. ഇങ്ങനത്തെ രണ്ട് കുഴപ്പങ്ങളുണ്ട്. ഈ തന്ത്രിയും ഇതിനകത്ത് ഈ ഇദ്ദേഹത്തിന്റെ വേറെ തന്ത്രിയുണ്ട്, ഇദ്ദേഹത്തിന്റെ ചേട്ടന്റെ മകൻ തന്ത്രി, അവനിപ്പോ അവിടുത്തെ അനുജ്ഞയുണ്ട്. ഈ അനുജ്ഞ ഇയാള് അനുജ്ഞ എന്ന് പറയുന്ന ആള് ഭഗവാന്റെ തീരുമാനം പറയുന്ന ആളാ. അതിനകത്ത് ഭഗവാനായിട്ട് കയറി സംസാരിക്കും, ധ്യാനത്തിലായിട്ട് സംസാരിക്കും. ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചോണം. സംസാരിച്ചിട്ട് പുള്ളി തീരുമാനിക്കും. പിന്നെ പുള്ളി തീരുമാനിച്ചത് ഒന്നക്കൊള്ളത്തോ നടത്താൻ പറഞ്ഞു കാണും ധർമ്മശാസ്താവേ, അല്ലെങ്കിൽ അയ്യപ്പൻ പറഞ്ഞു കാണും. പോട്ടെ, പറഞ്ഞു ആ അരിഞ്ഞ അങ്ങനെ ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കണം, റെക്കോർഡിങ്ങിൽ കൊടുക്കണം. ഇയാളത് കൊടുത്തിട്ടില്ല. അപ്പൊ ഇയാൾ എത്ര തന്ത്രപരമായിട്ട് കാര്യം ചെയ്യും, അത് എഴുതി കൊടുക്കണ്ട. അപ്പൊ ഇയാൾ വിചാരിച്ച് എഴുതി കൊടുക്കാതിരുന്ന റെക്കോർഡ് അല്ലാതാവുമല്ലോ, ബുദ്ധിയാ. പക്ഷെ എഴുതി കൊടുക്കാതിരുന്ന ഇപ്പൊ കുരുക്കായത്. അപ്പൊ ഇയാളുടെ മകൻ, ശരിക്കും ഇയാളുടെ മകനാ, ചേട്ടന്റെ മകൻ, ചേട്ടനെ അവിടുന്ന് കടത്തി. എന്തിനാ? ചേട്ടനെ ഒരു പെണ്ണ് പിടിച്ചെന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പീഡന കേസിൽ അന്ന് അകത്താക്കി. അദ്ദേഹം ഇയാക്കിലാക്കായി. മറ്റേ മകൻ പ്രായപൂർത്തിയാകുന്നിടം വരെ ഈ അധികാരം ഏൽക്കുന്നതിന് ഒരു സമയമുണ്ട്. ആ സമയമാകുന്നിടം വരെ എല്ലാ കൊല്ലവും ഇയാൾക്കായിരുന്നു താന്ത്രികം. അപ്പൊ ആ വരുമാനത്തിന്റെ വലിപ്പം നിങ്ങൾ നോക്കണം. അപ്പൊ ആ ചേട്ടനും അനിയനും ആണെങ്കിൽ പോലും പൈസയുടെ കാര്യം വരുമ്പോൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവത്തില്ല. പൈസയ്ക്ക് വേണ്ടി അപ്പൊ എന്തും ചെയ്യുമല്ലോ. കോടതി കയറ്റി, അറിയാം, കോടതി കയറ്റി. അപ്പം ഈ അനിയൻ വന്നു, അയാൾ എഴുതി കൊടുത്തു. അനുജ്ഞ വേറെ കാര്യത്തിന് ഇതുപോലെ ചോദിച്ചപ്പോൾ അയാൾ അധികാരത്തിൽ ഇരുന്ന സമയത്ത് അയാൾ അനുജ്ഞ റെക്കോർഡിങ്ങിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് SIT കണ്ടുപിടിച്ചു, അതൊക്കെ ശരി. പക്ഷേ SIT ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഗൂഢാലോചന അന്വേഷിക്കുന്നില്ല. ഇതിനകത്ത് പ്രതി ചേർത്തിട്ടുള്ള, അകത്ത് കിടക്കുന്നുള്ള, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയാത്ത പ്രതിയാണെന്ന് സ്വയം തീരുമാനിച്ചിരിക്കുന്ന, സമ്മതിച്ചിട്ടുള്ള ആൾ, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതെല്ലാം ചെയ്യുന്നതിന് അനുവാദം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്നത് പോലെ മന്ത്രി ഉൾപ്പെടെ ഉള്ളവരെ അടുത്ത് ഇദ്ദേഹം ഇതിനു വേണ്ടി തീരുമാനിച്ച് പറയുകയും അവിടുന്ന് ആജ്ഞ വരികയും ചെയ്യുന്ന പപ്പം പറഞ്ഞതാണല്ലോ. ഈ തന്ത്രി എന്ന് പറയുന്ന ആൾ ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞതാണല്ലോ. വേറെ കാര്യം കൂടി പറഞ്ഞില്ലേ, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ 2004 തൊട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ ഉണ്ട്, ഈ തന്ത്രിയാണ് ഇതിന്റെ പുറകിൽ. അന്നുണ്ടായിരുന്ന മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അല്ലെങ്കിൽ ഒക്കെ തന്ത്രിയും ഒക്കെ നടത്തിയിട്ടുള്ള കൊള്ളകളുടെ 18-ാം പടിയുടെ കെയർ ഓഫിലും ഈ പറയുന്ന ശബരിമല കൊടിമരത്തിന്റെ കെയർ ഓഫിലും വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മൾ പറയുന്ന പോലെ 18-ാം പടിയുടെ രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്ന ഈ ശില്പങ്ങൾ കാണാനില്ല, അവിടുത്തെ ഒരു മണി കാണാനില്ല. ഈ പറയുന്ന ബാലകർ എന്ന് പറഞ്ഞ് കൊടിമരം അമ്പലങ്ങളിൽ പോകുന്നവർക്കറിയാം, അല്ലെങ്കിൽ പരിശോധിച്ചാൽ മതി, അതിന്റെ കീഴിലുണ്ട്. ഇത് വലിയ പഴക്കത്തിലുള്ളതാണ്. ഈ പാലകർ യുടെ വിഗ്രഹങ്ങൾ പഴയത് കൊടിമരം പൊളിച്ചപ്പോൾ ഉള്ളത് കാണാനില്ല. തന്ത്രി കൊണ്ടുപോയെന്ന് അറിയാം. തന്ത്രിക്കാണെങ്കിലും ഇതിന്റെ എല്ലാ അവകാശം, ഇതിന്റെ പുറത്തിരുന്ന വാജിവാഹനം ഇയാൾ തിരിച്ചു കൊണ്ടുവന്നു. ഇതുപോലെ പല കൊടിമരം പൊളിച്ചിട്ടുള്ളതിനകത്തെ അഷ്ടദിക്പാലകർ, പഞ്ചലോക വിഗ്രഹവും ഈ പറയുന്ന വാഹനങ്ങളും ഒക്കെ മണി ഉണ്ട്. മണി എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ്. നല്ല പൈസ, നല്ല പൈസ എന്ന് പറഞ്ഞാൽ 10 കോടി 20 കോടിയല്ല, ആയിരക്കണക്കിന് കോടിയുടെ ഇടപാടാ. ഈ ഇടപാടിനകത്താണ് ഇപ്പം ഈ തന്ത്രി എന്ന് പറയുന്ന ആള് കൊള്ളയടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അയാൾ കസ്റ്റഡിയിലാക്കിയിട്ടുള്ളത് പരിശോധിക്കുമ്പോൾ കോടികളാണ്. ഈ പറയുന്നത് പോലെ പഞ്ചലോകഗ്രഹങ്ങൾ, ഈ അഷ്ടകുമാർ, ഇത് ഈ കൊടിമരം മാറ്റുന്നതിന് എടുത്ത തീരുമാനം എന്തെന്ന് പറയാം. കൊടിമരം 2 രീതിയിൽ പണിയാം.
കൊടിമരം 1 ഈ പറയുന്നത് പോലെ കോൺക്രീറ്റിൽ പണിയാം, 2 തേക്കൻ തടിയിൽ പണിയാം. ഇത് കോൺക്രീറ്റിലായിരുന്നു, കോൺക്രീറ്റിൽ ഉറുമ്പരിച്ചെന്നാ പറഞ്ഞിട്ട് ആ കൊടിമരം മാറ്റി. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പല ടോക്കിനകത്തും ഇവരാണല്ലോ അമ്പലത്തിലെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുന്നതിലും അതിന് പരിഹാരം കണ്ടെത്തുന്ന ആരാ? തന്ത്രിമാരാ. അതിനാരാ ദേവപ്രശ്നം വെക്കും? ദേവപ്രശ്നം വെക്കുന്ന ജ്യോത്സ്യനെ ആരാ തീരുമാനിക്കുന്നത്? തന്ത്രിയാ. ഇതിനകത്ത് ദേവപ്രശ്നം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനം വിശ്വസിച്ചാൽ മതിയോ? ഈ തന്ത്രി പറയുന്ന കാര്യമായി ദേവപ്രശ്നത്തിൽ പറയുന്നത് ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റാ. എന്നിട്ട് അവിടെ അമ്പലത്തിന്റെ പുനരുദ്ധാരണം എന്ന് പറഞ്ഞ് കോടികളുടെ എസ്റ്റിമേറ്റ് ഇടും. അതിനകത്ത് വിഗ്രഹം മാറ്റേണ്ടതുണ്ടാവും, കൊടിമരം മാറ്റേണ്ടതുണ്ടാവും. ഇവരുമായിട്ടെല്ലാം ഈ പറയുന്ന തന്ത്രിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഉണ്ടല്ലോ ജ്യോത്സ്യനും ഒക്കെ ബന്ധമുണ്ട്. അതിന്റെ ഒരു കമ്മീഷൻ 10 ലക്ഷം രൂപയ്ക്ക് ഇന്നാൾ പണിഞ്ഞാൽ മതി, അപ്പുറത്ത് നിൽക്കുന്ന 8 ലക്ഷം രൂപയ്ക്ക് പണി കൊടുക്കാൻ ഇതേ അളവിലും അല്ലെങ്കിൽ ഒരു കോൽ തെറ്റാതെയും അല്ലെങ്കിൽ ഒരു രീതിയിൽ കണക്കിന് വ്യത്യാസം വരാനും പണി കൊടുക്കാൻ നിൽപ്പുണ്ട്. പക്ഷെ തന്ത്രി പറയും മറ്റേ 15 ലക്ഷംകാരൻ്റെ കയ്യിൽ നിന്ന് പണിഞ്ഞാൽ മതി, 8 ലക്ഷംകാരൻ അവിടെ നിൽക്കട്ടെ. ദേവഹിതം അതാ എന്ന് വെച്ചാൽ അവന്റെ കൊടുത്താലേ ഇദ്ദേഹത്തിന് കമ്മീഷൻ കിട്ടത്തുള്ളൂ. അത് വിഗ്രഹത്തിന്റെ കാര്യത്തിലും ഇങ്ങനെയുണ്ട്. വിഗ്രഹം കൊത്തുന്ന പലരും ഉണ്ട്. അയ്യപ്പൻ പറഞ്ഞു കൊടുക്കുന്നു. അയാൾ പറയുന്നില്ല. ഇപ്പൊ വിഗ്രഹം കൊത്തുന്ന ഇന്ന ആചാര്യയുടെ കയ്യിൽ നിന്ന് മതി. എന്താ അതാ ഭഗവാന് താല്പര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നല്ലേ എടുക്കാനൊക്കൂ. അത് ഇയാൾ പറയുന്നതിനപ്പുറം എടുത്തു കഴിഞ്ഞാൽ ഇയാൾ പൂജ മുടക്കും. ഇപ്പൊ തന്നെ കഴിഞ്ഞ് പറയുന്നത് ആരണ്ടൊക്കെ പറഞ്ഞത് തന്ത്രി ഇല്ലെങ്കിൽ ഇനി ശബരിമല അടച്ചിടേണ്ടി വരും. പിന്നെ തന്ത്രി ഇല്ലെങ്കിൽ ശബരിമല അടച്ചിടേണ്ടി വരത്തില്ല. ഇതിനകത്ത് ഒരു തന്ത്രിയും വേണ്ട, പൂജ കർമ്മം അറിയാവുന്ന ഏതവനും പൂജിക്കാം. അങ്ങനെ തന്നെ ഹിന്ദു പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്, വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, കർമ്മം കൊണ്ടാ ജാതി. ഈ മോട്ടിക്കുന്നവൻ ബ്രാഹ്മണനാന്ന് ആ രീതി പറയാൻ പറ്റുമോ? അപ്പം ഇത് കൂട്ടുകുന്നവൻ ബ്രാഹ്മണനാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇത്തരത്തിൽ കോടികളുടെ ഇടപാട് നടത്തിയിട്ടുള്ളതിനകത്ത് ഈ പറയുന്ന തന്ത്രി ഉള്ളപ്പോൾ, ഈ കാര്യങ്ങൾ ഉള്ളപ്പോൾ ഇതിനകത്ത് ഈ ഏറ്റവും അവസാനം ഇതിനകത്ത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പപ്പൻ പറഞ്ഞല്ലോ തന്ത്രി ഉണ്ടെന്ന്. പപ്പൻ പറഞ്ഞ വേറെ കാര്യം, ഞാൻ ചെയ്ത കുറ്റത്തിനകത്ത് എന്റെ കൂടിരുന്നവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അങ്ങനെ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു. അപ്പോഴും ശങ്കർദാസ് അവിടെ നിൽക്കുകയാണ്. ശങ്കർദാസ് എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നു? ഈ പറയുന്ന ശങ്കർദാസ് എന്ന് പറയുന്ന ആൾ ഹരിശങ്കറിന്റെ അച്ഛനായതുകൊണ്ടാണെന്നാണ് ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത്. ആ ഹരിശങ്കറിനെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഇയാൾ നേരത്തെ സ്ത്രീകളെ ശബരിമല കയറ്റിയപ്പോൾ ആ ന്യായത്തിൽ നിന്നാളാണ് ഈ ദേവസ്വം ബോർഡ് പിണറായിയുടെ കൂടെ ആ ന്യായത്തിൽ നിന്നാളാണ് ആ വിഷയത്തിൽ. പക്ഷെ ചില കേസന്വേഷണം സ്ത്രീകളുടെ വിഷയം പറയുമ്പോൾ തന്നെ നമ്മുടെ കന്യാസ്ത്രീയുടെ വിഷയത്തിനകത്ത് ലായലത്തട്ടി അകത്തിട്ടോ കേട്ടോ, ഫ്രാങ്കോയെ തട്ടി ഇപ്പൊ ആര് പറഞ്ഞതൊക്കെ പുള്ളി കേട്ടില്ല. ആ കാര്യത്തിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ രീതിയിലൊക്കെ പേരുള്ള. പക്ഷെ അയാളുടെ അച്ഛനാമേൽ സംരക്ഷിക്കും. പക്ഷേ അങ്ങനെ സംരക്ഷിക്കാൻ പാടില്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ. കാരണം ഇതിനകത്ത് ഈ തന്ത്രി പറയാവുന്ന പോലെ ഇയാൾ ഒന്നും അറിഞ്ഞില്ലെന്ന് പറയാനൊക്കത്തില്ല. ഒന്നും അറിഞ്ഞില്ലെങ്കിൽ അയാളുടെ ഉത്തരവാദിത്വം അയാൾ ആ ഉത്തരവാദിത്തം ഇരിക്കുമ്പോൾ ആ കാര്യം അവിടെ കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അയാൾ അതിനകത്ത് എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് മാറേണ്ടതല്ലേ? സത്യസന്ധനാണ്, പുറത്തുനിന്ന് പറയേണ്ടതല്ലേ തന്ത്രിയുടെ കാര്യത്തിൽ ഇയാൾ. അപ്പം അതിനകത്ത് അറിഞ്ഞു അറിയാതെയാണ് പുള്ളി കുറ്റക്കാരനാണ്. അപ്പൊ ഇത്രയും പേരെ അകത്താക്കുമ്പോൾ ഈ കോടതിക്ക് അല്ലെങ്കിൽ നമ്മുടെ നിയമം ഉള്ളപ്പോൾ ഈ കോടികളുടെ അഴിമതി നടത്തിയിട്ടുള്ള ആളാണെന്ന് അല്ലേ ഈ ശങ്കർദാസ് എന്ന് കോടതി മുഖത്ത് നോക്കി പലവട്ടം അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ട് പോലും അയാൾ ഇപ്പൊ കിടക്കുക. അതിനൊരു മാനം കണ്ടെത്തിയിരിക്കുന്നത് ഇദ്ദേഹം അസുഖമായിട്ട് കിടക്കുക. അസുഖമായിട്ട് കിടക്കുവാണോ ഇല്ലെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അസുഖമായിട്ട് കിടക്കുവാണെങ്കിൽ കോടതി കൊണ്ടുവരാൻ പറ്റത്തില്ല. അതിന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കേസിനകത്ത് ഒരാൾ തളർന്നു കിടക്കും, 1-ാം പ്രതിയാണ്. അയാളെ നമ്മൾ കോടതി പറഞ്ഞതൊക്കെ മജിസ്ട്രേറ്റ് കേൾക്കത്തില്ല, എണീക്കാൻ വയ്യ. ഞാൻ ഉൾപ്പെടെ പണ്ട് ഒരു പാർട്ടി കേസ്, അദ്ദേഹം 1-ാം പ്രതിയാണ്, അദ്ദേഹത്തിന് എണീക്കാൻ വയ്യ, തളർന്നു കിടക്കുമോ. കോടതി പറഞ്ഞ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആംബുലൻസ് വിളിച്ചുകൊണ്ട് വന്ന് ഇയാളെ കോടതി കൊണ്ടുവന്നു. കോടതിക്ക് മജിസ്ട്രേറ്റ് നോക്കി ബോധ്യപ്പെട്ടു. മനസ്സിലായി? അതുപോലെ ബോധ്യപ്പെടുത്തിയാൽ ഇതുപോലെ ഉന്നത അധികാരത്തിൽ ഇരിക്കുന്ന ഒരു ഹൈക്കോടതിയുടെ ജഡ്ജി പറയത്തില്ലല്ലോ ഇത് നിങ്ങൾ പലപ്പൂർവ്വം പിടിച്ചോട്ടിട്ടേക്കുമല്ലേ, ഇയാളെ പ്രതിയാക്കിയപ്പോൾ തൊട്ട് അയാൾ ആശുപത്രിയിലാണെന്ന്. അങ്ങനെ ആശുപത്രി. അപ്പം അതിനകത്ത് ആ രീതിയിൽ സ്വാധീനം ചെലുത്തിയില്ലെന്ന് കോടതി ചോദിക്കണം. കോടതിക്ക് അത്തരത്തിൽ ബോധ്യം ഉണ്ടാവണം. അപ്പം SITയുടെ കാര്യം, ഞാൻ നേരത്തെ മണിയുടെ കാര്യം പറഞ്ഞു, ഇവർക്ക് തീരുമാനിക്കാം മണി കുറ്റക്കാരനോ കുറ്റക്കാരനല്ലയോ. കട്ടിട്ടുണ്ടെങ്കിൽ ആ പങ്കും ഹരിശങ്കറും പറ്റിയിട്ടുണ്ടാവും. അല്ല ഉണ്ടാവാലും എന്നാലും സംശയിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന വ്യവസായികൾ പറഞ്ഞ D-മണി ഇതിനകത്ത് പുറത്തുപോയി, കുഴപ്പമൊന്നുമില്ലെന്നാ പറയുന്നത്. D-മണിയുടെ കസ്റ്റഡിയിൽ ചാക്കിൽ കെട്ടിയ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉണ്ടെന്ന് അത് നേരിട്ട് കണ്ടെന്നും ഈ വ്യവസായികൾ പറയുന്നുണ്ടല്ലോ. SITക്ക് മൊഴി കൊടുത്തല്ലോ. ഇപ്പം ഇതിനകത്ത് നോക്കുമ്പോൾ അത് അവിടെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ 8 അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങൾ എന്ത് ചെയ്യും?
അതാണോ ചാക്കിൽ കെട്ടി കണ്ടത്? അതെ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അമ്പലത്തിൽ ഇതുപോലെ കൊടിമരം മാറ്റിയപ്പോഴും അമ്പലത്തിനകത്തു നിന്നും എന്റേതാണെന്ന് പറഞ്ഞിട്ട് എന്റേതാണെന്ന് പറഞ്ഞാൽ പിന്നെ തന്ത്രിക്ക് കൊണ്ടുവന്നിട്ടുള്ള കച്ചവടം നടത്തിയാണോ? ആന്റി ബിസിനസിന് ഇയാൾക്ക് ബന്ധമില്ലേ? ഇയാളെന്തിന് പിന്നെ ഇയാളുടെ പുറകിൽ 2004 തൊട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ആന്റി ബിസിനസിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ കസ്റ്റോഡിയൻ ആയിട്ടുള്ള സോണിയാഗാന്ധി സഹോദരി ഉള്ളപ്പോൾ സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്നത് അതിനുവേണ്ടിയാണെന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെ റോബർട്ട് വധരയ്ക്ക് ഈ ബിസിനസ് ഉണ്ട്. അപ്പൊ സോണിയയുടെ അടുത്ത് വരെ കുടുംബമായിട്ട് പോകണമെങ്കിൽ, ഈ അകത്ത് കിടക്കുന്ന ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ള സോണിയെ കാണണമെങ്കിൽ, ഈ ആന്റി ബിസിനസിനകത്തും കടൽ നടത്തിയതിനകത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അല്ലെങ്കിൽ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചു, തന്ത്രിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് വിചാരിച്ചാൽ കുറ്റം പറയാനൊക്കത്തില്ല. അതെല്ലാം ഒതുക്കുന്നു. സോണിയയുടെ കാര്യം പറയുന്നില്ല ആരും. അത് കോൺഗ്രസും BJPയും അല്ലെങ്കിൽ ആരും പറയുന്നില്ല. അതായത് ഈ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഈ കൊള്ളയ്ക്കകത്ത് വലിയ മാനമുണ്ട്, അതിനകത്ത് വലിയ വലിയ കക്ഷികളുണ്ട്, ഉന്നത കാര്യങ്ങളുണ്ട്, ഒതുക്കേണ്ടത് ഒതുക്കുന്നുണ്ട്. അതാണ് കോടതി പറഞ്ഞ ശങ്കർദാസ് എന്തുകൊണ്ട് കിടക്കയിൽ കിടക്കുന്നു, അല്ലെങ്കിൽ അസുഖം എന്നുള്ള വ്യാജനെ അവിടെ ഇട്ടിരിക്കുന്നു, അയാൾ കോടികൾ കൊള്ളയടിച്ചതിന്റെ കൂട്ടുനിന്ന ആളല്ലേ, അയാളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കോടതി ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഏതായാലും കോടികൾ മുക്കിയിട്ടുണ്ട്. അത് ഈ 2 ദ്വാരപാലകം വാതിൽപ്പിടിയൊന്നുമല്ല, അല്ലാതെ പല കൊള്ളകളും നടന്നിട്ടുണ്ട്. ഒന്നും വെളിയിൽ വന്നിട്ടില്ല. ആ അന്വേഷണം നടത്തുമ്പോൾ തന്നെ ഇപ്പൊ പലതും വെളിയിൽ വരുന്നു. കൊടിമരത്തിന്റെ കാര്യത്തിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന പലരും പറയുന്നു മണിയില്ല, കൊടിമരത്തിന്റെ കീഴിൽ നിന്നില്ല, വജ്രലോഹ വിഗ്രഹങ്ങളില്ല. അതുപോലെ തന്നെ 18-ാം പടിയുടെ രണ്ട് സൈഡിൽ നിന്ന് വജ്രലോഹ വിഗ്രഹങ്ങളില്ല. ഇതൊന്നും അറിയില്ല. അറിയാവുന്നത് അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അറിയാവുന്ന 2, ഒന്ന് ദേവസ്വം ബോർഡും ഒന്ന് തന്ത്രിയുമാണ്. ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളവർ എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ സ്വാധീനം ഉപയോഗിച്ച് കാര്യങ്ങൾ വിഴുങ്ങുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നു എന്ന് വേണം ഇപ്പോഴത്തെ പോക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.